ഹലോ, ഇന്നത്തെ വാത്സല്യം സീരിയലിൻ്റെ എപ്പിസോഡാണ്. ഇന്നത്തെ വാത്സല്യം സീരിയലിൻ്റെ എപ്പിസോഡിൽ താൻ ഇത്രയേറെ സ്നേഹിച്ചിട്ടും ഒരു നിമിഷം കൊണ്ട് മറ്റൊരു സ്ത്രീക്ക് വേണ്ടി തന്നെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് പോയ ജയറാമിനോട് ക്ഷമിക്കാൻ നമ്മുടെ നന്ദിനിക്കാവുമോ? കാരണം ജയേട്ടൻ്റെ ദേവിയല്ലേ നന്ദിനി, ക്ഷമിക്കുമോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നന്ദിനിയുടെ ബെഡ്റൂമാണ് കാണിക്കുന്നത്. നന്ദിനി കുളിച്ച് തലയിൽ ഒരു ടവലൊക്കെ കെട്ടിവെച്ച് കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നോക്കി നിൽക്കുവാണ്. അങ്ങനെ കണ്ണാടി തന്നെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് ഒരു പൊട്ടെടുത്ത് നെറ്റിയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു സോങ് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പൊന്നുഷസിൻ നീരാടുവാൻ പാട്ടൊന്നും പാടാൻ അറിയത്തില്ല. അതിൻ്റെ സിറ്റുവേഷൻ ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തന്നെന്ന് മാത്രമാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, വീണ്ടും കണ്ണാടിയിൽ തന്നെ നോക്കി നിന്നിട്ട് കുങ്കുമം എടുത്ത് വെക്കുവാണ്. കുങ്കുമം എടുത്ത് വെച്ചതിന് ശേഷം താലി പുറത്തെടുത്തിട്ട് താലിയിൽ എന്താണ് കുങ്കുമം വെച്ചിട്ട് രണ്ട് കണ്ണുകളിലും എന്താണ് തൊഴുതിട്ട് ചുണ്ടിലും വെച്ച് എന്താണ് താലി ഉമ്മ കൊടുക്കുവാണ്. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ നന്ദിനിക്ക് എന്തുമാത്രം സ്നേഹമാണെന്ന് ജയറാമിനോട്. അതിനുശേഷം എന്താണ് ബെഡിലോട്ട് നോക്കിയിട്ട് ബെഡിൽ നിന്ന് ബാഗ്, ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്, അതെടുത്തിട്ട് അതിൽ നിന്നൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം ജയറാമും നന്ദിനിയുടെയും പഴയ ഫോട്ടോ ആണ്. അതെടുത്ത് വെച്ചിട്ട് ഫോട്ടോയിലോട്ട് നോക്കി എന്താണ് ജയറാമിൻ്റെ മുഖത്തോട്ട് നോക്കി തഴുവാണ് ഇന്ന് ആ ഫോട്ടോയിൽ നോക്കി. എന്നിട്ട് പറയുന്നുണ്ട്, ഭഗവാനെ എൻ്റെ ജയേട്ടന് ഒന്നും വരുത്തില്ലേ, ഞാൻ ഒരിക്കലും വെറുത്തില്ല, എന്നെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടും ഞാൻ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ, എനിക്ക് സ്നേഹിക്കാനേ കഴിയുള്ളൂ, ഒന്നും വരുത്തില്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് വളരെ സങ്കടത്തോടെ. ആ സമയം എന്താണ് ബെഡ്റൂമിൽ ഫോൺ അടിക്കുന്നുണ്ട്. നന്ദിനി പോയി ഫോൺ എടുത്തു. അപ്പൊ കാർത്തികാണ് വിളിക്കുന്നത്. കാർത്തിക് പറയുന്നുണ്ട്, ദൈവമേ, വല്യമാവൻ കണ്ണു തുറന്നു, വല്യമാവൻ കണ്ണു തുറന്നു. വളരെ സന്തോഷം, അതായത് നന്ദിനിക്ക് വളരെ സന്തോഷം കൊണ്ട് എന്താണ് കാർത്തികനോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുവാണ് ചെയ്യുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ഓടി പുറത്തോട്ട് ഇറങ്ങിപ്പോയിട്ട് വിളിക്കുവാണ്, സാവിത്രി സാവിത്രി, രാമേട്ടാ രാമേട്ടാ സാവിത്രി എന്ന് വിളിക്കുന്നുണ്ട് വളരെ സന്തോഷത്തിൽ. അപ്പൊ രാമേട്ടനും സാവിത്രിയും ആ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നു. എന്താന്ന് ചോദിക്കുന്നുണ്ട്. അതെ അതെ അതെ, എനിക്ക് അതായത് സന്തോഷം കൊണ്ട് പറയാൻ പറ്റുന്നില്ല. അതെ പിന്നെ പിന്നെ അന്നേരം സാവിത്രി ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം? സാവിത്രിക്ക് പേടി, എന്തെങ്കിലും പറ്റിയോ എന്നുള്ളൊരു പേടി. അതെ പിന്നെ ജയേട്ടൻ കണ്ണു തുറന്നു എന്ന് പറയുന്നു. എന്നിട്ടൊരു നാണം കൊണ്ട് സന്തോഷം കൊണ്ട് എന്താണ് ഓടുവാണ് ചെയ്യുന്നത് പറഞ്ഞിട്ട്. ആ സമയത്ത് എന്താണ് നമ്മുടെ സാവിത്രി നെഞ്ചിൽ കൈവച്ചിട്ട് ദൈവമേ സമാധാനമായി കാത്തു എന്ന് പറയുന്നു. അപ്പം നമ്മുടെ രാമേട്ടൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാണ്, ജയറാമിൻ്റെ അടുക്കൊണ്ട് പോയിട്ട് വരാം. അപ്പം സാവിത്രി പറഞ്ഞ് വേഗത്തിൽ പോയിട്ട് എന്ത് ചെയ്യണേ, ഫോൺ വിളിക്കണേന്ന് പറയുന്നുണ്ട്. ആ വിളിക്കാന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നമ്മുടെ മീനാക്ഷിയാണ്. മീനാക്ഷി അവിടെ ഒരു കൃഷ്ണ വിഗ്രഹത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുവാണ്. എൻ്റെ അച്ഛനൊന്നും വരുത്തല്ലേ, അച്ഛൻ എത്രയും പെട്ടെന്ന് കണ്ണ് തുറക്കണേ, അച്ഛനൊന്നും സംഭവിക്കില്ലേ എന്ന് എന്താണ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, അങ്ങോട്ട് വരുമ്പോഴത്തേനും ACP കാണുന്നുണ്ട്. അപ്പോൾ ACP ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയിരുന്നു? അത് ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാണെന്ന് പറഞ്ഞു. അമ്പലത്തിൽ പോയോ? ഇല്ല, ഇവിടെ തന്നെ കൃഷ്ണന്റെ വിഗ്രഹമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാൻ പോയതാണെന്ന് പറഞ്ഞു. ഇപ്പോഴത്തേനും എന്താണ് ജയറാം കണ്ണു തുറന്നു എന്നുള്ള കാര്യം നമ്മുടെ മീനാക്ഷി അറിയുന്നു. അപ്പം മീനാക്ഷി കയറി കാണുന്നു. എന്നിട്ട് അടുത്ത് എന്നിട്ട് അപ്പം അച്ഛൻ ഇങ്ങനെ മയങ്ങി കിടക്കുവാണ്. അച്ഛാ അച്ഛാ എന്ന് വിളിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ പറയുന്നു, അച്ഛനില്ലാത്തൊരു ജീവിതം എനിക്കില്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അച്ഛനെ തന്നെ നോക്കി നിൽക്കുവാണ്. അച്ഛാന്ന് വിളിച്ചിട്ടും അച്ഛൻ എന്ത് ചെയ്യുന്നില്ല, മയക്കത്തിലാണ്, വിളി കേൾക്കുന്നില്ല. എന്നിട്ട് കൊണ്ടുവന്ന സിന്ദൂരും ചന്ദനവും എടുത്ത് എന്താണ് അച്ഛൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുക്കും. അപ്പോഴത്തേനും ജയറാം മെല്ലെ എന്താണ് വളരെ ക്ഷീണിതനായിട്ട് എന്താണ് മെല്ലെ ഇങ്ങനെ ആക്കിക്കൊണ്ട് എന്താണ് ഉണരുവാണ് ചെയ്യുന്നത്. അപ്പം മീനാക്ഷി കരയുന്നതാണ് കാണുന്നത്. മോളെ കരയല്ലേ മോളെ, മീനാക്ഷി കരയില്ലേ എന്ന് മെല്ലെ സ്വരമൊക്കെ എന്താണ് ഇടറിയാണ് പറയുന്നു. എന്നിട്ട് ചോദിക്കുന്നു, എല്ലാവരും എന്ത് ചെയ്യും ചോദിക്കുന്നുണ്ട്. എല്ലാവരും പോയി, എല്ലാവരും ഉണ്ടായിരുന്നു, പോയി. നന്ദിനി അമ്മ ഉണ്ടായിരുന്നു, നന്ദിനി അമ്മ വളരെ കരച്ചിലായിരുന്നു, ACP അങ്ങ് പറഞ്ഞു വിട്ടു കുഞ്ഞിനെയും കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മ വന്നില്ലേ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല. അപ്പം മീനാക്ഷി പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കേണ്ട, അമ്മ വന്നില്ല എന്ന് പറയുന്നുണ്ട്. അച്ഛൻ വിഷമിക്കില്ലേ, അമ്മ വന്നില്ല. അന്നേരം പറയുവാണ് ജയറാം, ദൈവമേ, എൻ്റെ അമ്മ എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ലേ, ഞാൻ ഇല്ലാതായാൽ പോലും അമ്മയ്ക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയില്ലേ അമ്മേ എന്ന് പറഞ്ഞ് എന്താണ് സങ്കടപ്പെടുകയാണ്. സങ്കടപ്പെട്ടിട്ട് എന്താണ് വീണ്ടും എന്താണ് മയക്കത്തിലോട്ട് തന്നെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ഗിരിയും നന്ദിനിയും കൂടെ കാറിൽ വന്നുകൊണ്ടിരിക്കുവാണ്. ജയറാമിനെ കാണാനാണ് വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പൊ വഴിയിൽ വെച്ച് എന്താണ് പിന്നെ നന്ദിനിയെ നോക്കിയിട്ട് ഗിരി പറയുന്നുണ്ട്, ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല,
എത്തിച്ചേരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നന്ദിനി പറയുന്നത് ടെൻഷനോ എന്തിന്, അതിന് ജയേട്ടന് സുഖമായില്ലേ, ഇനി എന്തിനാണ് ടെൻഷൻ എന്ന് നന്ദിനി പറയുന്നുണ്ട്. അപ്പൊ തന്നെ എന്താണ് ഗിരി വണ്ടി നിർത്തിയിട്ട് പറയുന്നുണ്ട്, നന്ദിനി നമുക്ക് സംസാരിച്ചിട്ട് പോവാം, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നന്ദിനി ഗിരിയെടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ഗിരി പറയുന്നു പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഞാൻ നന്ദിനിയുടെ ആരാ എന്നാണ് ഗിരി ചോദിക്കുന്നത്. അത് എന്റെ സഹോദരനാണ് എന്ന് പറയുന്നു. അപ്പൊ പറഞ്ഞുകൊണ്ട് സഹോദരനായിട്ടൊന്നും എനിക്ക് താല്പര്യമില്ല, ഞാൻ എന്നും നന്ദിനിയുടെ ചങ്ങാതിയാണ്, ആ പഴയ ചങ്ങാതി. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നല്ലേ പറയുന്നത്. ഞാൻ എന്നും നിനക്ക് നല്ലൊരു സുഹൃത്തായിട്ട് തന്നെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നന്ദിനിയെ ശ്രദ്ധിക്കുമായിരുന്നു കുറച്ച് ദിവസം കൊണ്ട്. അതായത് ജയറാമിന് ഇങ്ങനെ ആയതിനു ശേഷം നന്ദിനി വളരെ തകർന്നു പോയതുപോലാണ്. ഇപ്പൊ ജയറാമിന് സുഖമായെന്ന് അറിഞ്ഞപ്പോൾ ഒരു സന്തോഷം മുഖത്ത് കാണുന്നുണ്ട്. ഇത്രയേറെ സ്നേഹമാണ് വലിച്ചെറിഞ്ഞിട്ട് മറ്റൊരു സ്ത്രീയുടെ പോയിട്ട് പോലും വെറുപ്പ് വരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിന് ആ മനുഷ്യനെ ഞാൻ എന്തിന് വെറുക്കണം? ആ മനുഷ്യനോട് എനിക്ക് ഒരു വെറുപ്പുമില്ല. പിന്നെ എനിക്കറിയാം ജയേട്ടൻ അത്ര ദുഷ്ടനൊന്നുമല്ല ഗിരി എന്ന് എനിക്കറിയാം. അപ്പൊ ഗിരി ചോദിക്കുന്നുണ്ട്, ദുഷ്ടനല്ലെങ്കിൽ പിന്നെ എന്തിന് നന്ദിനിയെ ഉപേക്ഷിച്ച് പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അത് അവര് രണ്ടുപേരും ഒന്നിച്ച് കോളേജിലൊക്കെ പഠിച്ചതായിരുന്നു. അപ്പൊ ആ സ്ത്രീ അപ്പം ജയറാമാണെങ്കിൽ ദുഷ്ടനല്ലെങ്കിൽ നല്ലവനായിരിക്കും. ആ സ്ത്രീ ആയിരിക്കും എന്ത് ചെയ്തത്, ആ മാധുരി ആയിരിക്കും ട്രാപ്പിൽ പെടുത്തിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് അറിയില്ല, പക്ഷെ അവളോട് എനിക്ക് യാതൊരുവിധ ദേഷ്യമില്ല. അതെന്താ ദേഷ്യമില്ലാത്തത്? കാരണം അവൾ എനിക്കൊരു മീനാക്ഷി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ തന്നിട്ടല്ലേ പോയത്. ആ സ്ത്രീയോട് എനിക്ക് ഒരു വെറുപ്പുമില്ല എന്ന് പറയുന്നത് കേട്ടപ്പം ഗിരിക്ക് ഇത്രയും നല്ലൊരു സ്ത്രീയോ, കാരണം ഗിരിക്ക് കല്യാണം കഴിച്ച കൊള്ളാന്നൊരു മോഹമാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പം അന്നേരം പറയുവാണ് ഇത്രയും നല്ല എന്താ പറയേണ്ടത് നന്ദിനി, ഇത്രയും തെറ്റ് ചെയ്തിട്ട് പോലും ആ സ്ത്രീയോട് കൂടെ ക്ഷമിച്ചിട്ട് ഉള്ള നന്ദിനിയോട് എനിക്ക് അഭിമാനം തോന്നുന്നു എന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജയറാമിനെയാണ് കാണിക്കുന്നത്. ജയറാമും നമ്മുടെ ACPയും മീനാക്ഷിയും എല്ലാവരും ഇവിടെ അവിടെ ഒന്നിച്ച് നിൽക്കുന്നു. ജയറാമിനെ നോക്കിക്കൊണ്ട് ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അന്നേരം പറയുന്നുണ്ട് ഇനി വളരെ ശ്രദ്ധിക്കണം, വീട്ടിൽ പോയാലും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അന്നേരം മീനാക്ഷിയോട് പറയുന്നുണ്ട് മോൾ വേണം വളരെ ശ്രദ്ധിക്കാൻ, മോൾ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ നന്ദിനിയുടെ മുഖത്തോട്ട് തന്നെ നമ്മുടെ ജയറാം നോക്കുന്നുണ്ട്. എന്തൊക്കെയോ പറയാനുള്ളത് കണക്ക്, നന്ദിനിക്കും എന്തൊക്കെയോ പറയാനുള്ളത് കണക്ക്. അന്നേരം പറയുന്നുണ്ട് നന്ദിനി ഇങ്ങനെ കൈയെടുത്ത് കൂപ്പിയിട്ട് പറയുന്നുണ്ട്, നന്ദിനി ഞാൻ നിന്നോട് ഒരിക്കൽ കൂടെ മാപ്പ് ചോദിക്കുന്നു, നീ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ചെയ്ത തെറ്റെല്ലാം നീ ക്ഷമിക്കണേന്ന് പറഞ്ഞു ഒന്നും കൂടെ കൈയെടുത്ത് ഇങ്ങനെ മാപ്പ് ചോദിക്കുകയാണ്. അപ്പോഴത്തേനും നന്ദിനി വളരെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കണം. മീനാക്ഷി പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാണ് അമ്മയോട് മാപ്പ് ചോദിക്കുന്നത്? അച്ഛൻ അമ്മയുടെ മാപ്പ് ചോദിക്കേണ്ട, അമ്മ ദേവിയല്ലേ, ദേവിയോട് മാപ്പ് ചോദിക്കരുത്, അമ്മ ദേവിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും മീനാക്ഷി അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ജയറാമിന്റെ മുഖത്തിന് ഒരു സന്തോഷം. കാരണം ദേവിക്ക് എന്നോട് വെറുപ്പൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്ന ഒരു മുഖത്തിന്റെ സന്തോഷം. എന്നിട്ട് പറയുകയാണ്, എന്നോട് അമ്മ ക്ഷമിക്കാൻ തയ്യാറായില്ലല്ലോ, അമ്മ എന്നെ ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ എന്ന് ജയറാം പറയുന്നു. അപ്പോഴത്തേനും നന്ദിനി പറയുവാണ്, അങ്ങനെ പറയല്ലേ ജയേട്ടാ, അമ്മയാണെങ്കിൽ ഇവിടെ വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, അമ്മ പ്രാർത്ഥനയിലാണ്, അമ്മ അമ്പലത്തിലും എല്ലാം പോയി ജയേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്, അതുകൊണ്ട് അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോഴും നമ്മുടെ ജയറാമിന് ഒരു സന്തോഷമായി. കാരണം അമ്മ എന്നെ കാണാൻ വന്നില്ലെങ്കിലും അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നറിഞ്ഞ് ഒരു സന്തോഷം. അതാണ് ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡ്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.